തിരിച്ചടിക്കും. ആ തിരിച്ചടി കളക്ടർക്ക് ചിലപ്പോ താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. പരുത്തിക്കുന്നില് കളക്ടർക്ക് നേരെ ഞാൻ ആയുധം എടുത്തില്ല. പക്ഷേ അതുപോലെ ആവില്ല മൂന്നാം മൂട്ടില്. അത് എന്റെ ബിസിനസിന്റെ ചങ്കായ സ്ഥലവാ. അത് തകർത്ത ഞാൻ ചിലപ്പോ ആയുധം എടുത്തു എന്ന് വരും. എന്നാ അതിനുള്ള പരിപാടി നോക്കിക്കോ. അവരുടനെ ഇൻസ്പെക്ഷൻ എന്ന കലാപരിപാടിയായി ക്വാറി സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടത്തില് ആ കുമാരനെന്ന് കുടഞ്ഞേക്കും. അവന്റെ നാവാണ് അവന്റെ ബലം. നമ്മളെ പോലെയുള്ളവർക്ക് തലവേദന സൃഷ്ടിക്കുന്നതും ആ നാവ് തന്നെയാണ്. എടോ ജോണേ, ഒരുപാട് കാലം ഇതൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവനൊന്നും അല്ല ഞാൻ. പക്ഷേ ഞാൻ കൊണ്ടുപോകുന്ന കാലത്തോളം കാക്കയ്ക്കും പരുന്തിനും കൊടുക്കരുതെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ സമ്മതിക്കില്ല എന്ന് വന്നാ കഴുകനെ കൊണ്ടുവരാതെ വേറെ മാർഗമില്ലല്ലോ. പലരും പറയും പലതും ചെയ്യൂന്നൊക്കെ. പക്ഷേ മഹേന്ദ്രന് പറച്ചിലില്ല, ചെയ്തു കാണിക്കത്തേ ഉള്ളൂ. ഈ LCD പ്രൊജക്ടറിലൊക്കെ കാണിക്കുന്ന പോലെ ചത്ത് മലച്ച് കിടക്കുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നതും ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകുന്നതിന് മുമ്പ് അവർ ഈ പ്രശ്നത്തെ ഏത് രീതിയിൽ കാണുന്നെന്ന് അറിയണം. അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്നാ എന്റെ അഭിപ്രായം. കളക്ടറുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ കാഹളം അവനിട്ടൊരു പണി വേണം. അവന്റെ നാവ് പിഴുതെടുത്ത് രക്തരക്ഷസിൽ ഒരു കുരുതി പുഷ്പാഞ്ജലി നടത്തണം. അത് ഈ മാണിക്കോത്ത് മഹേന്ദ്രൻ നടത്തുന്നതായിട്ട് അവൻ അറിയുകയും ചെയ്യണം. ഇതിലവൻ നന്നാവും. ഇല്ലെങ്കി പിന്നെ അവന് നമ്മൾ കൊടുക്കുന്നത് ബലിച്ചോറാ. ആത്മാക്കളെ ഊട്ടുന്ന ബലിച്ചോറ്. പ്രകാശ് വന്നില്ലേ? ഏടത്തെ വിളിച്ച് സംസാരിച്ചോളെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എന്തോ എമർജൻസി വന്നിട്ട് അങ്ങോട്ട് പോയതാ. എന്തായി നിങ്ങൾ പോയിട്ട് വല്ല വിവരവും കിട്ടിയോ? ഞങ്ങൾ ആദ്യം ചെയ്തത് ആശാനെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലങ്ങളുടെ സമീപത്തുള്ള ലോഡ്ജുകളിലും ഹോട്ടലുകളിലും വിഷ്ണു എന്ന പേരിലോ രേഷ്മ എന്ന പേരിലോ മുറികൾ എടുത്തിട്ടുണ്ടോന്നാ. പക്ഷേ ആ പേരുകളിലൊന്നും ഈ പറഞ്ഞ സമയങ്ങളിൽ ഒരാളും മുറി എടുത്തിട്ടില്ല. രജിസ്റ്ററൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷേ ഈ പേരുകൾ ഒരിടത്തും കണ്ടില്ല. അത് സ്വാഭാവികം. കള്ളത്തരം കാണിക്കുന്നവരാരെങ്കിലും സ്വന്തം പേരിൽ മുറിയെടുക്കും. അല്ല, ഹോസ്പിറ്റലിൽ തിരക്കില്ലേ? ഉവ്വ്, അവിടുത്തെ CCTV ഫുട്ടേജ് നമുക്ക് തരില്ലെന്ന് പറഞ്ഞു. അതിനെന്തൊക്കെയോ നിയമ തടസ്സങ്ങളുണ്ടെന്ന്. പ്രകാശ് കൂടുതൽ നിർബന്ധിച്ചപ്പോ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ദിവസങ്ങളിലെ ചില ഫുട്ടേജ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പക്ഷെ അതിലൊന്നും ആശാനെ രേഷ്മി കണ്ടില്ല. ചുരുക്കത്തില് പോക്ക് വെറുതെയായി. അങ്ങനെ പറയാൻ പറ്റില്ല. തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ മധുരി വെച്ച് കണ്ടിരുന്നു. ആരെ? ചക്രപാണി. ചക്രപാണി. ഒരിക്കൽ ആശാൻ ഇതുപോലെ മാറി നിന്നപ്പോ ചോദിച്ചപ്പോ ഏതോ ചക്രപാണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഈ ചക്രപാണിക്ക് ഏതോ ആക്സിഡന്റ് കേസ് ഉണ്ടായെന്നും അതിന് കാശ് കൊടുക്കാൻ പോയതാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ചക്രപാണി ഞങ്ങളോട് നേരിട്ടാ പറഞ്ഞത്. ആശാൻ അവിടെ ചെന്നിട്ടുമില്ല, ചക്രപാണി കാശ് കൊടുത്തിട്ടുമില്ല. അപ്പൊ എന്തിനാ വിഷ്ണുട്ടൻ അന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ആശാന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളാ, എന്തൊക്കെയോ കാര്യങ്ങൾ ആശാൻ നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ രേഷ്മയുടെ കാര്യത്തിലും വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്താ ഒരു വഴി? ഇവരിലേക്ക് അധികാരത്തോടെ കടന്നു കയറി ചെന്ന് കാര്യങ്ങൾ അറിയാൻ എന്താ ഒരു വഴി? മാഡം പറഞ്ഞോളൂ. റസാഖ്, എനിക്ക് റസാഖിന്റെ ഒരു ഹെൽപ്പ് അത്യാവശ്യമായിട്ട് വേണം. ഓഫ് കോഴ്സ്, ഞാൻ വരാം.
പപ്പിയെ പിന്നെ ശ്യാമാന്റി കൊണ്ടുപോകാൻ പോവാ. നീ എവിടെ പോകുന്നു? രോഹിത് എന്റെ കൂടെ വരുന്നില്ലാന്ന്, അതുകൊണ്ട് ഞാൻ എന്റെ മോളെ കൊണ്ട് പോകുന്നു. നിനക്ക് ഇവിടെ താമസിക്കാൻ എന്താ പ്രശ്നം? സുഖമില്ലാത്തവരുടെ ഇടയിലെ എനിക്ക് ജീവിക്കണ്ട. എപ്പോഴാ വന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും എന്റെ മോളും ഇവിടുന്ന് പോവും. നീ പൊയ്ക്കോ, പക്ഷേ പപ്പിയെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ കൊണ്ടുപോകും. വാ പപ്പി. ക്ഷമേ, വാശി കാണിച്ച് ഇവളെ കൊണ്ടുപോകാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. ഓ, കുഞ്ഞേച്ചി അപ്പൊ പലതും ഉള്ളി വെച്ചോണ്ടാണല്ലേ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിലേ എനിക്കും പലതും പലരോടും പറയേണ്ടതായി വരും. വെറുതെ അതിനിട വരുത്തരുത്. മുന്നിന്ന് മാറ്. പാപ്പി വാ. ക്ഷമേ, പപ്പി ഇവിടെ വളരേണ്ട കുട്ടിയാ, ഈ വീട്ടിൽ വളരേണ്ട കുട്ടി. കാരണം ഇവളിവിടുത്തെ കുട്ടിയാ. കൈയെടുക്ക്. ഇവളെവിടെ വളരണോന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. പപ്പി എന്റെ മോളാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും. നിന്റെ മോളാണെങ്കിൽ നീ കൊണ്ടുപോയിക്കോടി. പക്ഷെ അങ്ങനെ അല്ലല്ലോ.